ഇതെൻ്റെ യൂട്യൂബ് ഫ്രണ്ട് ടിൻറ്റിന് വേണ്ടിയിട്ടും സക്കേഴ്സ് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ടൊമാറ്റോ പ്ലാന്റ്സിൽ സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ലീഫിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു പുതിയ പ്ലാന്റ് ആണ് ഈ സക്കർ എന്ന് പറയുന്നത്. ഈ മെയിൻ പ്ലാന്റിൻ്റെ ബ്രാഞ്ചിൽ നിന്നും ലീഫിൻ്റെ ഇടക്ക് വരുന്നത് ആ സക്കേഴ്സ് ഇതിൻ്റെ ഫുഡും ന്യൂട്രിയൻസും എടുക്കുന്നത് മെയിൻ പ്ലാന്റിൽ നിന്ന് ആയതുകൊണ്ടാണ് സക്കേഴ്സ് റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം എല്ലാ സക്കേഴ്സും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ചില 1-2 സക്കേഴ്സ് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അങ്ങനെ എഫക്റ്റ് ആവില്ല. കുറച്ച് പ്രൊഡക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. എല്ലാ സക്കേഴ്സും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൂടാതെ ഈ ഫ്രൂട്ട് പിടിച്ചിരിക്കുന്നതിൻ്റെ മുകളിലാണ് ഈ സക്കർ വളരുന്നത്. അപ്പം ആ ഫ്രൂട്ട് ബേൺ ആവാൻ, സൺലൈറ്റിൻ്റെ അടിയിലല്ലേ നിൽക്കുന്നത്, ആ ഫ്രൂട്ട് ബേൺ ആവാതിരിക്കാനും ഈ സക്കേഴ്സ് സഹായിക്കും. അങ്ങനെ ഒരു തണലായിട്ട് നമുക്ക് യൂസ് ചെയ്ത് സക്കറിൽ വന്നിരിക്കുന്ന പുതിയ പൂവാണ്. സക്കേഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ റിമൂവ് ചെയ്യണം. നമുക്ക് ഇച്ചിരി കൂടി ആയിട്ടാണ് അത് റിമൂവ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പുതിയ പ്ലാന്റ് ആയിട്ട് വളർത്താം.